മക്ക സന്ദർശിച്ചപ്പോൾ ആ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ തീർച്ചയായും. നമ്മൾ ഒരു പക്ഷേ ഹറമിലോ മറ്റൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ ഉം. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉം. ക്ലൈമറ്റിൻ്റെ ചേഞ്ചും ആ അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും ഉം. കൊണ്ട് ഒട്ടുമിക്ക ആളുകളും രോഗികളാവാൻ സാധ്യതയും അവശത അവശത അനുഭവിക്കണം. അനുഭവിക്കാൻ അതെ, സാധ്യതയുണ്ട്. അതെ, അതെ. അപ്പോൾ ചിലർ കലുഷലായ രോഗം വരും, പ്രയാസം വരും. പെട്ടെന്ന് പ്രയാസം മാറ്റാൻ കഴിയാതെ ഉം. ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരു അവസ്ഥ വരും. അതെ അതെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു തവണയിലധികം നമുക്കൊരു പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കുക എന്നുള്ളത് വേറെ ഒരു ചിലവുള്ള കാര്യമാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതെ അതെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ, ഉം. ഹറമിൻ്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം 4-ാം നമ്പർ ഹമാമിൻ്റെ ഉം. താഴെയായിട്ട്, ഉം. ടോയ്ലറ്റിൻ്റെ താഴെയായിട്ട് ഈ ഹോട്ടൽ സൊഫ്വ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മക്കുണ്ട്. മുസ്തഷ്ഫ അജിയാദ് മക്ക. അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത്. ആ മക്ക എമർജൻസി ഹോസ്പിറ്റൽ. ആ അത് ഹാജിമാർക്ക് ഫ്രീ ആണ്. ആ അവർ അവരുടെ പ്രയാസം, അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാ അള്ളാ അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയുമൊക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ്. അപ്പോൾ അവരുടെ ഈ ഉംറയുമായി ബന്ധപ്പെട്ട വിസ, അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിലോ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി. എന്നാൽ നമുക്കവിടെ ഫ്രീ ആയി അവിടെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ ഒരുപാട് അടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ, നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്കൊരു പനി ഉണ്ടായാലും ഒരു ഡോളോ 550 അല്ലെങ്കിൽ 600 പാരസെറ്റാമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറി നമുക്കൊരു 2 രൂപ 3 രൂപ ചിലവുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല, വളരെയധികം വലിയ പൈസയാണ് വരിക. അതുമല്ല അങ്ങനെ ചില്ലറയായിട്ട് അങ്ങനെ കിട്ടൂല. അത് ശരി. ഏകദേശം അവർ ഒരു നിശ്ചിത എണ്ണത്തിനേ കൊടുക്കുള്ളൂ. അപ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഷ്ഫ അജിയാദ് മക്ക. ക്ലോക്ക് ടവറിൻ്റെ താഴെ ഏകദേശം സൊഫ ഹോട്ടലിൻ്റെ അടുത്താണ്. അവിടെ 4 ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള ഓരോ ടോയ്ലറ്റുകൾക്ക് ഓരോ നമ്പർ ഉണ്ട്. 3-ാം നമ്പർ അല്ലെങ്കിൽ 4-ാം നമ്പർ, ഈ 2 ടോയ്ലറ്റിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ്ഫ അജിയാദ് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രായത്തിൻ്റെ അവശതകളുണ്ടാകും, അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ അത് സൂചിപ്പിക്കാൻ കാരണം, ഒരുപാട് ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നടത്തി, ചിലർക്കൊക്കെ അത് അപ്രൂവലായി, അങ്ങനെ അതല്ലാത്ത രീതിയിൽ ഈ പ്രൈവറ്റ് ഹജ്ജ് ഉംറ സർവീസുകൾക്കൊപ്പം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ച് അതിന് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. തീർച്ചയായും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ അവിടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. എന്നാലും ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഈ ഒരു മുസ്തഷ്ഫ അജിയാദ് മക്ക എന്നുള്ളത് വളരെ ഹൃദ്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്നത്. ആബിദ അങ്ങാടിപ്പുറത്തിൽ നിന്ന് നമ്മളുടെ അജിയാദ് മക്കയുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ സാധാരണ പനി ചുമ ഇതിനൊന്നും പോയാൽ ചികിത്സയില്ല, ഞങ്ങൾ പോയി മടങ്ങിയതാണ്, വെരി എമർജൻസി കേസ് മാത്രമേ അജിയാദ് എമർജൻസി ഹോസ്പിറ്റലിൽ പരിഗണിക്കുകയുള്ളൂ എന്നാണ് അവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, പനി ചുമക്ക് അവരെടുക്കും, പക്ഷെ അവർക്കത് എമർജൻസി ആണെന്ന് തോന്നണം. അങ്ങനെയുണ്ട്. അതായത് അവര് പനിക്ക് പോയാലും അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ഇയാൾക്ക് കലശലായ പനി ഉണ്ട് എന്ന് തോന്നിയാലേ അവരവിടെ എടുക്കുള്ളൂ. അത് അവർ എമർജൻസി ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അത്തരത്തിൽ, അല്ലെങ്കിൽ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ വിവരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേൾക്കുക, നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.